എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതവും. സൈഡ് ലൈറ്റ്സിൻ്റെ അടുത്ത ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് യൂറോപ്പിലെ വിശേഷങ്ങളാണ്. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഒരുപോലെ പ്രിയങ്കരനായിരുന്ന ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസിന്റെ സ്മരണയ്ക്ക് മുന്നിൽ കുമ്പിട്ടുകൊണ്ട് നമുക്ക് ഈ വിശേഷങ്ങൾ വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈസ്റ്റർ ദിനത്തലേന്നാണ് വത്തിക്കാൻ സിറ്റി സന്ദർശിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചത്. ടൈബർ നദിക്കരയിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പാരമ്പര്യം പേറുന്ന റോം അഥവാ റോമ നഗരം നിലകൊള്ളുന്നത്. റോം നഗരത്തിൽ നിന്ന് തന്നെ ഭാഗിച്ചെടുത്ത ഒരു ചെറിയ പ്രദേശമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ വത്തിക്കാൻ സിറ്റി. വെറും 1000-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. സ്വന്തമായി പോലീസോ പട്ടാളമോ ഒന്നുമില്ലാതെ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു കുഞ്ഞു പ്രദേശം, അതാണ് വത്തിക്കാൻ സിറ്റി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ആത്മീയ ആചാര്യനായ പോപ്പ് അഥവാ മാർപ്പാപ്പ താമസിക്കുന്ന സ്ഥലം, അതാണ് വത്തിക്കാൻ സിറ്റിയുടെ പ്രത്യേകത. റോം നഗരത്തിനുള്ളിലൂടെ വത്തിക്കാൻ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശാന്തസുന്ദരമായ റോമിലെ തെരുവോരങ്ങളും തിമിർത്തൊഴുകുന്ന ടൈബർ നദിയും അതിൻ്റെ ഇരുകരകളിലും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നടപ്പാതകളും ആ നടപ്പാതകളിലൂടെ നടക്കുകയും സൈക്ലിംഗ് ചെയ്യുകയും വ്യായാമം ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന ആളുകളെയും കാണാൻ പറ്റി. ദൂരെ കാണുന്ന ഒരു കെട്ടിടത്തിലേക്ക് കൈ ചൂണ്ടി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, അതാണ് സെയിൻറ്റ് ആഞ്ചലോസ് കാസിൽ. വത്തിക്കാൻ സിറ്റിയിൽ നിന്നും സെയിൻറ്റ് ആഞ്ചലോസ് കാസിൽ എന്ന ഈ കെട്ടിടത്തിലേക്ക് രഹസ്യ തുരങ്കങ്ങളുണ്ടത്രേ. യുദ്ധകാലത്തും മറ്റും മാർപ്പാപ്പമാരെ സുരക്ഷിതമായി ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു അത്രേ. വത്തിക്കാൻ സിറ്റിയിലേക്ക് കടക്കുന്നതിനായുള്ള പ്രധാന പ്രവേശന ദ്വാരങ്ങൾ അടച്ചതായി ഗൈഡ് പറഞ്ഞു. ആ സമയത്ത് റോം സന്ദർശിക്കുകയായിരുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സാന്നിധ്യവും അടുത്ത ദിവസത്തെ ഈസ്റ്റർ പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമാണ് ഇതുപോലെ പ്രവേശനദ്വാരങ്ങൾ അടച്ചിടാൻ കാരണമാകുമെന്ന് ഗൈഡ് പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പാതയിലൂടെ കടന്ന് അണ്ടർഗ്രൗണ്ടിലുള്ള പാർക്കിംഗ് ലോട്ടിലെത്തി. അവിടെ നിന്നും വീണ്ടും 2 നിലകൾ താഴെ ഇറങ്ങി വേണം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള പ്രധാന നിരത്തിലെത്താൻ. അസംഖ്യം ആളുകളാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കടക്കാനായി അവിടെ കണ്ട ക്യൂവിൽ നിന്നിരുന്നത്. നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ കാണുന്നത്ര തന്നെ തിരക്കുണ്ടായിട്ട് പോലും പരസ്പരം ഉന്തുകയും തള്ളുകയും ഒന്നും ചെയ്യാതെ ക്ഷമയോടുകൂടി വരി നിൽക്കുന്ന വിവിധ രാജ്യക്കാർ. ഈസ്റ്റർ ദിനത്തലേന്നായതിനാൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള പ്രവേശനം ഉച്ചയ്ക്ക് 12:30 വരെ മാത്രം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഡിസ്പ്ലേ ബോർഡ് കണ്ടു. കർശനമായ സുരക്ഷാ പരിശോധനകൾക്കൊടുവിൽ ഏകദേശം 12:15 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ക്യൂവിൽ നടക്കുന്നതിനിടെ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പോപ്പുമാരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലവും പുതിയ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്കിടെ വെളുത്ത പുക വരാറുള്ള സിസ്റ്റൈൻ ചാപ്പലും ഞങ്ങളുടെ ഗൈഡ് കാണിച്ചു തന്നു. ആ സ്ഥലങ്ങളൊക്കെ കാണുന്ന വേളയിൽ ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ ഉടനടി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന വാതിലിൽ ക്യൂ നിയന്ത്രിച്ചിരുന്നത് വനിതകളായിട്ടുള്ള വോളണ്ടിയർമാരാണ്. കട്ട് ഓഫ് സമയമായ 12:30 ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ കഴിഞ്ഞത്. 25 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഞങ്ങൾ പ്രവേശിച്ച പ്രവേശനദ്വാരം തുറക്കാറുള്ളതെന്ന് ഗൈഡ് പറഞ്ഞു. ആ സന്തോഷത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ കണ്ട കാഴ്ചകൾ വിസ്മയപ്പെടുത്തുന്നതായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ചർച്ചാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അതിനുള്ളിൽ ആയിരങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനാകും. ചർച്ചിൻ്റെ 4 ചുവരുകളിലും മേൽക്കൂരയിലുമെല്ലാം റോമൻ സംസ്കാരവും ക്രൈസ്തവ സംസ്കാരവും വിളിച്ചോതുന്ന ശില്പങ്ങളും ചിത്രങ്ങളും. ഉള്ളിൽ മധ്യഭാഗത്തായി ക്രിസ്മസ് ദിനത്തിലും ഈസ്റ്റർ ദിനത്തിലും മറ്റും മാർപ്പാപ്പമാർ പ്രത്യേക പ്രാർത്ഥന ചെയ്യുന്ന അൾത്താര, അതിന് 3 ചുറ്റിലുമായി പ്രാർത്ഥനാ അവസരങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ. പ്രത്യേക പ്രാർത്ഥനാ അവസരങ്ങളിൽ നമ്മൾ TV-യിലൊക്കെ കാണാറുള്ള ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം ചർച്ചിനുള്ളിൽ വലതുഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ബസിലിക്കയ്ക്കുള്ളിൽ ഇടതുഭാഗത്തായി ഒരു ചുവരിൽ ഇതുവരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മാർപ്പാപ്പമാരുടെ പേര് വിവരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ പട്ടികയിൽ അവസാനം ചേർത്തിരിക്കുന്ന പേര് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടേത്. ഈസ്റ്റർ എന്ന ശുഭ അവസരത്തിൻ്റെ തൊട്ടുതലേന്ന്, അതും പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മാത്രം മുൻപ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന പുണ്യസങ്കേതത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം നുകർന്നുകൊണ്ട് ഞങ്ങൾ പടിയിറങ്ങി.
ഉള്ളിലേക്കുള്ള പ്രവേശന സമയം കഴിഞ്ഞുവെങ്കിലും അപ്പോഴും പുറത്ത് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒട്ടേറെ സന്ദർശകർ. അവർ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ക്രൈസ്തവ സഭയുടെ പരമോന്നത ആരാധനാ കേന്ദ്രം സന്ദർശിച്ചതിൻ്റെ എല്ലാ സന്തോഷവും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ വെറും 48 മണിക്കൂറിനുള്ളിൽ ആ സന്തോഷം ദുഃഖത്തിലേക്ക് വഴിമാറി. ഏവർക്കും പ്രിയങ്കരനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണ വാർത്തയറിഞ്ഞ് എങ്കിലും ആ ദിവ്യദേഹത്തിൽ ജീവൻ കുടിയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത് അദ്ദേഹത്തിൻ്റെ തിരുസന്നിധിയിൽ എത്താൻ സാധിച്ചുവെന്നത് ഒരു പരമഭാഗ്യമായി തന്നെ കരുതുന്നു. വിവാ ഇൽ പാപ്പ, പോപ്പ് ഫ്രാൻസിസ് വിൽ ഓൾവേസ് ലീവ് ഇൻ അവർ ഹാർട്ട്സ്. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുകൂടാതെ ചാനലിൽ കാണിച്ചിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനിയും ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.